അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത് ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ഒരു ചരിത്ര കഥ കേൾക്കാനല്ല, ചരിത്ര പുസ്തകങ്ങളിലെ മഷിപുരണ്ട താളുകൾ മറിച്ചു നോക്കാനുമല്ല, മറിച്ച് ഇന്ന് രാത്രി നാം നിശബ്ദമായി ഒരു കണ്ണാടിയുടെ മുന്നിൽ നിൽക്കാൻ പോവുകയാണ്. ആ കണ്ണാടിയിൽ നാം കാണാൻ പോകുന്നത് പ്രവാചക ശ്രേഷ്ഠനായ ഇബ്രാഹിം നബിയെയല്ല, നമ്മുടെ തന്നെ ഹൃദയത്തിൻ്റെ നിഗൂഢവും അജ്ഞാതവുമായ ആഴങ്ങളെയാണ്. ഇന്ന് നമ്മൾ ഒരുമിച്ച് ഒരു പർവ്വതത്തിലേക്ക് കയറാൻ പോവുകയാണ്. മൂർച്ചയുള്ള ഒരു കത്തിയുടെ തിളക്കം കാണാൻ പോവുകയാണ്. ഒരു പിതാവിൻ്റെ ഹൃദയം ഉള്ളിൽ കിടന്ന് തകർന്നടങ്ങിയിട്ടും പ്രപഞ്ചനാഥൻ്റെ പ്രണയത്തിൽ അവൻ എങ്ങനെയാണ് പരമമായ ശാന്തി കണ്ടെത്തിയത് എന്ന് തിരിച്ചറിയാൻ പോവുകയാണ്. കാരണം ഇബ്രാഹിം നബിയുടെ ചരിത്രം വെറുമൊരു ഭൂതകാല കഥയല്ല, അതിന്നും നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ജീവിക്കുന്ന ഒരു നിത്യ പരീക്ഷണമാണ്. എല്ലാ വർഷവും ബലിപെരുന്നാൾ വരുന്നു. ദശലക്ഷക്കണക്കിന് മനുഷ്യർ മൃഗങ്ങളെ ബലി നൽകുന്നു. മിൻബറുകളിൽ നിന്നും വേദികളിൽ നിന്നും ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും ചരിത്രം വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്നു. നാം എല്ലാവരും സമർപ്പണത്തെക്കുറിച്ചും ത്യാഗത്തെക്കുറിച്ചും വലിയ വാക്കുകളിൽ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. പക്ഷേ ആ പർവ്വതമുകളിൽ വെച്ച് അറുക്കപ്പെട്ടത് വെറുമൊരു ആടല്ല എന്ന് പലരും കാണാതെ പോകുന്നു. അവിടെ അറുക്കപ്പെട്ടത് മനുഷ്യൻ തൻ്റെ ആത്മാവിനായി ഒരുക്കിവെച്ച ഏറ്റവും വലിയ കെണിയായിരുന്നു. അള്ളാഹു എനിക്ക് തന്ന അനുഗ്രഹങ്ങൾ എൻ്റെ സ്വന്തം ഉടമസ്ഥതയിലാണ് എന്ന മിഥ്യായ ഭ്രമം. മൗലാന ജലാലുദ്ദീൻ റൂമി തൻ്റെ മസ്നിമിയുടെ ആഴങ്ങളിൽ പ്രണയം കുതിർന്ന വാക്കുകളാൽ ഈ രഹസ്യം നമുക്ക് മുന്നിൽ അഴിച്ചുവെച്ചിട്ടുണ്ട്. റൂമി ഒരിക്കൽ തൻ്റെ ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ആ മലമുകളിൽ കണ്ടത്? ഓർക്കുക, ഒടുവിൽ റൂമി കണ്ട ആ ദിവ്യപ്രകാശം നിങ്ങൾ കണ്ടുകഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ഈ കഥയെ പഴയതുപോലെ വായിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. മൗലാന റൂമി മന്ത്രിച്ചിട്ടുണ്ട്, നിങ്ങൾ നഷ്ടപ്പെടുമെന്ന് ഭയപ്പെടുന്നതെന്തോ അതാണ് യഥാർത്ഥത്തിൽ നിങ്ങളെ തടവിലാക്കിയിരിക്കുന്നത്. അതെ, ഇന്നത്തെ രാത്രി ആ ആന്തരിക തടവറകൾ തകർക്കുന്ന വാക്കുകളുടെ രാത്രിയാണ്. ഒരു വിജനമായ പർവ്വതം, ഒരു വൃദ്ധനായ പിതാവ്, മാലാഖയെപ്പോലെ നിഷ്കളങ്കനായ ഒരു മകൻ, സൂര്യപ്രകാശമേറ്റ് തിളങ്ങുന്ന കൂർത്തൊരു കത്തി. ലോകം യുഗങ്ങളായി ഈ ദൃശ്യം മാത്രം കണ്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ റൂമി നമ്മുടെ ആത്മാവിനോട് ചോദിക്കുന്നു, മനുഷ്യർ ആ കത്തിയുടെ ബാഹ്യമായ തിളക്കം മാത്രമേ കണ്ടുള്ളൂ, അതിൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്തുകൊണ്ട് കണ്ടില്ല? കാരണം അന്ന് ആ മൂർച്ചയുള്ള ഇരുമ്പ് ബ്ലേഡ് ഉയർന്നത് ഇസ്മായിൽ എന്ന നിരപരാധിയായ മകൻ്റെ കഴുത്തിന് നേരെ ആയിരുന്നില്ല. ഇതെനിക്കുള്ളതാണ്, എൻ്റെ മാത്രം എന്നഹങ്കരിക്കുന്ന മനുഷ്യൻ്റെ ഉള്ളിലെ ഞാൻ എന്ന ഭാവത്തിന് നേരെയായിരുന്നു. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന് ഇബ്രാഹീമിൽ നിന്ന് ഒരു ചോര തുള്ളിയോ ജീവനോ വേണ്ടിയിരുന്നില്ല. അവന് വേണ്ടിയിരുന്നത് ഒരു ഹൃദയമായിരുന്നു. സമ്മാനങ്ങളിലേക്ക് നോക്കി വഴിമറന്നു പോകാതെ സമ്മാനം നൽകിയവൻ്റെ മുഖത്തേക്ക് മാത്രം നോക്കുന്ന പ്രണയപൂർണമായ ഒരു ശുദ്ധമായ ഹൃദയം. നോക്കൂ, നമ്മളിൽ ഓരോരുത്തരുടെയും ഉള്ളിലും ഒരു ഇസ്മായിൽ ജീവിക്കുന്നുണ്ട്. നാം ജീവനേക്കാൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തി, നാം കെട്ടിപ്പടുത്ത ഒരു സ്വപ്നം, ഒരു പദവി, അല്ലെങ്കിൽ ഇതില്ലെങ്കിൽ ഞാൻ ഇല്ലാതായി പോകും എന്ന് നാം ഭയപ്പെടുന്ന ഒരു സുരക്ഷിതത്വം. അവിടെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ആത്മീയ പരീക്ഷണം ആരംഭിക്കുന്നത്. വിഗ്രഹങ്ങൾ എപ്പോഴും കല്ലുകൊണ്ട് മാത്രമാവണമെന്നില്ല. ചില വിഗ്രഹങ്ങൾ അതിരുകടന്ന ആസക്തിയുടെ രൂപത്തിലായിരിക്കും, ചിലത് നഷ്ടപ്പെടുമെന്ന ഭയത്തിൻ്റെ രൂപത്തിലായിരിക്കും. ഇബ്രാഹിം നബി പരീക്ഷിക്കപ്പെട്ടത് സ്വന്തം ചോരയെ ഇല്ലാതാക്കാൻ കഴിയുമോ എന്നതിലായിരുന്നില്ല, മറിച്ച് ഒരു മകനുണ്ടായപ്പോൾ തൻ്റെ ഹൃദയത്തിൽ മുളപൊട്ടിയ ആ ആസക്തിയെ പൂർണ്ണമായും മറുത്തുമാറ്റാൻ അദ്ദേഹത്തിന് കഴിയുമോ എന്നതിലായിരുന്നു. അവിടെ പ്രസക്തമായ ആ കത്തി ഇരുമ്പുകൊണ്ട് നിർമ്മിച്ച ഒന്നായിരുന്നില്ല. അത് ഹൃദയത്തിൻ്റെ ഉള്ളറകളിലേക്ക് തുളച്ചു കയറിയ പ്രണയത്തിൻ്റെ ഒരു ദിവ്യ പ്രകാശമായിരുന്നു. അള്ളാഹുവിലേക്ക് മാത്രം ഒഴുകേണ്ട ആത്മാവിനെ തടഞ്ഞു നിർത്തുന്ന നമ്മുടെ ഉള്ളിലെ ഏറ്റവും സൂക്ഷ്മമായ ആ വിഗ്രഹത്തെ, അഥവാ നമ്മുടെ അഹംഭാവത്തെ അറുത്തുമാറ്റിയ പ്രകാശത്തിൻ്റെ കത്തിയായിരുന്നു. മൗലാന റൂമി മസ്നവിയുടെ ആഴങ്ങളിൽ ഒരു ചെറിയ ഉപമ പറയുന്നുണ്ട്. ഒരു മനുഷ്യൻ തൻ്റെ കയ്യിൽ ഒരു മനോഹരമായ പക്ഷിയെ പിടിച്ചു നിന്നു. അവൻ അതിനെ അത്രമേൽ സ്നേഹിച്ചു. അത് പറന്നു പോകുമോ എന്ന ഭയത്തിൽ തൻ്റെ വിരലുകൾ അതിനു ചുറ്റും മുറുകെ പിടിച്ചു. പക്ഷേ അവൻ മനസ്സിലാക്കിയില്ല, അവൻ സ്നേഹിച്ചതിനെ സംരക്ഷിക്കുകയല്ല ചെയ്തത്, മറിച്ച് അതിൻ്റെ ശ്വാസം മുട്ടിക്കുകയായിരുന്നു. അതാണ് മനുഷ്യൻ്റെ ഭൂരിഭാഗം സ്നേഹവും. നമ്മൾ സ്നേഹിക്കുന്നു, പിന്നെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു. അല്ലാഹു നൽകുന്നു,
പിന്നെ നമ്മളത് എൻ്റേത് എന്ന് വിളിക്കുന്നു. അതുകൊണ്ട് വരൂ, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ചെരിപ്പുകൾ അഴിച്ചുവെക്കൂ. അഹംഭാവത്തിൻ്റെ ശബ്ദങ്ങളെല്ലാം നിശബ്ദമാക്കൂ. നാം ഇപ്പോൾ ഒരുമിച്ച് ആ പർവ്വതം കയറുകയാണ്, ഇബ്രാഹിമിൻ്റെ പർവ്വതം. അവിടെ കത്തികൾ കഴുത്തുകളെയല്ല മുറിക്കുന്നത്, നമ്മുടെ ഉള്ളിലെ ആസക്തികളെയും ഭയങ്ങളെയുമാണ് മുറിച്ചു മാറ്റുന്നത്. നിങ്ങൾ ആ ചരിത്രത്തിൻ്റെ ക്രമമൊന്ന് ആലോചിച്ചു നോക്കൂ. ഇബ്രാഹിം നബിക്ക് പ്രായമേറിയിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നി സാറാ ബീവി വന്ധ്യയായിരുന്നു. തലമുറകൾ കൈമാറി വരാൻ, തൻ്റെ പ്രണയവും പ്രാർത്ഥനകളും ഏറ്റുവാങ്ങാൻ അദ്ദേഹത്തിനൊരു അനന്തരാവകാശി ഇല്ലായിരുന്നു. പതിറ്റാണ്ടുകളായി ആ വൃദ്ധഹൃദയം ഒരു മകനായി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ ഒരായുസ്സിൻ്റെ പ്രാർത്ഥനകൾക്ക് മറുപടിയായി ഹാജറ ബീവിയിലൂടെ അള്ളാഹു അദ്ദേഹത്തിന് ഇസ്മായിൽ എന്ന പുണ്യക്കനിയെ നൽകി. ഇതൊരത്ഭുതമായിരുന്നു. ഒരു ജീവിതകാലത്തെ കണ്ണീരിനും കാത്തിരിപ്പിനും പ്രപഞ്ചനാഥൻ നൽകിയ ദിവ്യമായ മറുപടി. എന്നാൽ ആ സമ്മാനം നെഞ്ചോടുരുമിതുന്ന നിമിഷത്തിൽ, മകന്റെ കളിച്ചിരികളിൽ ഇബ്രാഹിം നബിയുടെ ഹൃദയം അത്രമേൽ അലിഞ്ഞു ചേർന്ന ആ കൃത്യമായ നിമിഷത്തിൽ ആകാശത്ത് നിന്ന് ആ കൽപ്പന വന്നു: ഇനി ആ സമ്മാനം എനിക്ക് തിരിച്ചു തരൂ. മൗലാന റൂമി മന്ത്രിക്കുന്നത് നോക്കൂ. ദിവ്യമായ ശിക്ഷണത്തിൻ്റെ സാർവത്രികമായ മാതൃക ഇതാണ്. അള്ളാഹു നിങ്ങൾ ചോദിച്ചത് കൃത്യമായി നിങ്ങൾക്ക് നൽകും. അത് നിങ്ങളുടേതാണെന്ന് വിശ്വസിക്കാൻ തക്കവണ്ണം കുറച്ചുകാലം നിങ്ങളുടെ കൈകളിൽ വെച്ചു തരും. പിന്നീട് പെട്ടെന്നൊരു നിമിഷം അത് തിരിച്ചു ചോദിക്കും. അവനത് ആവശ്യമുള്ളതുകൊണ്ടല്ല, അവൻ സർവ്വസ്വതന്ത്രനാണ്. എന്നാൽ ഇവിടെ ഒന്നും നിങ്ങളുടേതല്ല, എല്ലാം അവൻ കടം തന്നതാണെന്ന് നിങ്ങളുടെ ആത്മാവിനെ പഠിപ്പിക്കാൻ വേണ്ടിയാണത്. ഒരു സമ്മാനത്തിൻ്റെ ഉടമസ്ഥാവകാശം നിങ്ങൾ അവകാശപ്പെടുന്ന ആ നിമിഷം, നിങ്ങൾ പോലും അറിയാതെ ആ സമ്മാനത്തെ ഒരു വിഗ്രഹമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. നിന്റെ മകനേക്കാൾ കൂടുതൽ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന ചോദ്യമല്ല അള്ളാഹു ഇബ്രാഹിം നബിയോട് ചോദിച്ചത്. അത് നമ്മൾ കേട്ടുശീലിച്ച ബാഹ്യമായ കഥകൾ മാത്രം. യഥാർത്ഥത്തിൽ അള്ളാഹു അന്ന് ചോദിച്ചത് ഇതായിരുന്നു: എൻ്റെ സമ്മാനങ്ങളെ നിന്റേതാണെന്ന് അവകാശപ്പെടാതെ വെറുമൊരു കാവൽക്കാരനായി നിന്ന് നിനക്ക് സ്വീകരിക്കാൻ കഴിയുമോ? ഒരു മകനുള്ളതുകൊണ്ട് മാത്രം നിന്റെ വ്യക്തിത്വം നിലനിൽക്കുന്നു എന്ന് വിചാരിക്കാതെ നിനക്കൊരു പിതാവാകാൻ കഴിയുമോ? ഉടമസ്ഥാവകാശമില്ലാതെ, ആസക്തികളുടെ ചങ്ങലകളില്ലാതെ നിനക്ക് സ്നേഹിക്കാൻ കഴിയുമോ? ആ ചോദ്യത്തിനുള്ള ഒരേ ഒരു ഉത്തരം ആ മൂർച്ചയുള്ള കത്തി ഇസ്മായിലിൻ്റെ തൊണ്ടയിലേക്ക് അടുപ്പിക്കുക എന്നത് മാത്രമായിരുന്നു. കാരണം വാക്കുകളല്ല നിങ്ങളുടെ സമർപ്പണത്തിൻ്റെ ആഴം വെളിപ്പെടുത്തുന്നത്. നിങ്ങളുടെ പ്രവൃത്തികൾ മാത്രമാണ് ആത്മാവിൻ്റെ യഥാർത്ഥ വിശ്വാസത്തെ പ്രഖ്യാപിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇബ്രാഹിം നബി എന്ന മലമുകളിൽ എന്താണ് ത്യാഗം ചെയ്തതെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇസ്മായിൽ എന്ന മകൻ അദ്ദേഹത്തിന് എന്തായിരുന്നു എന്ന് നാം ആദ്യം തിരിച്ചറിയണം. ഇവിടെയാണ് സാധാരണ വ്യാഖ്യാനങ്ങളുടെ അതിരുകൾ ഭേദിച്ച് മൗലാന റൂമി ബങ്ങളുടെ കൈപിടിച്ച് ആത്മാവിൻ്റെ ആഴങ്ങളിലേക്ക് നടക്കുന്നത്. ഇസ്മായിൽ അന്ന് വെറുമൊരു മകൻ മാത്രമായിരുന്നില്ല, അദ്ദേഹം അള്ളാഹുവിൻ്റെ ഒരു പ്രവാചക വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണമായിരുന്നു. ഞാൻ നിന്നെ ജനതകളുടെ നായകനാക്കുമെന്ന് അള്ളാഹു മുമ്പ് ഇബ്രാഹിമിനോട് വാഗ്ദാനം ചെയ്തിരുന്നു. വർഷങ്ങളോളം മനുഷ്യയുക്തിക്ക് അസാധ്യമായി തോന്നിയ ഒന്നായിരുന്നു അത്. പിന്നീട് ഇസ്മായിൽ ജനിച്ചപ്പോൾ പെട്ടെന്ന് ആ ദിവ്യ വാഗ്ദാനത്തിലേക്ക് വ്യക്തമായൊരു വഴി തെളിഞ്ഞു വന്നു. ഇബ്രാഹിം നബിയുടെ വർത്തമാനകാലത്തെയും അദ്ദേഹത്തിൻ്റെ പ്രവാചക നിയോഗത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരേ ഒരു പാലമായിരുന്നു ഇസ്മായിൽ. അതുകൊണ്ട് ഇസ്മായിലിനെ ബലി നൽകാനുള്ള കൽപ്പന വന്നപ്പോൾ അത് വെറുമൊരു മകനെ ഉപേക്ഷിക്കാനുള്ള കൽപ്പന മാത്രമായിരുന്നില്ല, മറിച്ച് അള്ളാഹു തൻ്റെ പ്രവാചകനോട് അദൃശ്യമായി പറഞ്ഞതിതായിരുന്നു: നിന്റെ നിയോഗം എങ്ങനെ പൂർത്തിയാകുമെന്ന് നീ കരുതിയോ ആ വഴി നീ ഇപ്പോൾ ഉപേക്ഷിക്കൂ. ഞാൻ എൻ്റെ വാഗ്ദാനങ്ങൾ എങ്ങനെ നിറവേറ്റുമെന്നതിനെക്കുറിച്ചുള്ള നിന്റെ യുക്തികളെ നീ കൈവിടൂ. മുമ്പ് ഞാൻ നിന്നോട് പറഞ്ഞതിന് വിരുദ്ധമായി പ്രപഞ്ചം ചലിക്കുമ്പോഴും എന്നെ മാത്രം വിശ്വസിക്കൂ. നിങ്ങൾ ജീവനു തുല്യം സ്നേഹിക്കുന്ന ഒന്നിനെ ഉപേക്ഷിക്കുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് ബുദ്ധിമുട്ടാണിത്. അള്ളാഹുവിൻ്റെ പദ്ധതികളെക്കുറിച്ചുള്ള നിങ്ങളുടെ സ്വന്തം തീർച്ചകളെ ബലി കൊടുക്കുകയാണത്. അള്ളാഹുവിൻ്റെ പദ്ധതികൾ നമ്മുടെ യുക്തിക്കനുസരിച്ച് പോകുമ്പോൾ അവനിൽ വിശ്വസിക്കാൻ നമുക്കാർക്കും ഒരു ബുദ്ധിമുട്ടുമില്ലെന്ന് റൂമി ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളൊരു ജോലിക്കായി പ്രാർത്ഥിക്കുന്നു, ജോലി ലഭിക്കുന്നു, നിങ്ങൾ അൽഹംദുലില്ലാ പറയുന്നു. അതെത്ര എളുപ്പമാണ്. എന്നാൽ നിങ്ങളൊരു ജോലിക്കായി പ്രാർത്ഥിക്കുകയും അള്ളാഹു അത് നൽകുകയും നിങ്ങൾ അതിനു ചുറ്റും നിങ്ങളുടെ സ്വപ്നങ്ങളുടെ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുത്തുകയും ചെയ്യുമ്പോൾ പെട്ടെന്നൊരു നാൾ അള്ളാഹു അത് നിങ്ങളിൽ നിന്ന് എടുത്തു മാറ്റിയാൽ എന്ത് സംഭവിക്കും? നിങ്ങൾ പാപം ചെയ്തതുകൊണ്ടല്ല, നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തതുകൊണ്ടല്ല, മറിച്ച് ഇവിടെ ഒന്നും നിന്റേതല്ല എന്ന് നിന്റെ ആത്മാവിനെ ഓർമ്മിപ്പിക്കാൻ അവൻ അത് തിരിച്ചെടുക്കണമെന്ന് തോന്നിയതുകൊണ്ട് മാത്രം. ആ നിമിഷം നിങ്ങളുടെ ചുണ്ടുകളിൽ അൽഹംദുലില്ലാ അവശേഷിക്കുമോ?
അപ്പോഴും ആ നിമിഷത്തിലും നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് അൽഹംദുലില്ല എന്നൊരൊറ്റ വാക്ക് പുറത്തേക്ക് വരുമോ? മൗലാന റൂമി മനോഹരമായ ഒരു രഹസ്യം ഇവിടെ പങ്കുവയ്ക്കുന്നുണ്ട്. ഇബ്രാഹിം നബി ആ പരീക്ഷണത്തിൽ വിജയിച്ചത് എന്തുകൊണ്ട്, എങ്ങനെ എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് അവസാനിപ്പിച്ച് കത്തി ചലിപ്പിക്കാൻ തുടങ്ങിയ ആ നിമിഷത്തിലാണ്. ഓർക്കുക, സമർപ്പണം എന്നാൽ എന്തുകൊണ്ട് എന്ന് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കി ദൈവത്തോട് യോജിക്കലല്ല. സമർപ്പണമെന്നാൽ എന്തുകൊണ്ട് എന്നൊട്ടും മനസ്സിലാവാതിരുന്നിട്ടും പ്രപഞ്ചനാഥനെ പൂർണ്ണമായി അനുസരിക്കലാണ്. ഉറപ്പുകളില്ലാത്ത പ്രയാണം, ഗ്യാരണ്ടികളില്ലാത്ത അനുസരണം. മൗലാന റൂമിയുടെ ഭാഷയിൽ ആ മലമുകളിൽ തിളങ്ങിയ കത്തി വെറുമൊരു ഇരുമ്പ് കഷ്ണമല്ല, അത് വിവേചന ബുദ്ധിയാണ്. ഏതാണ് യാഥാർത്ഥ്യം, ഏതാണ് മിഥ്യയെന്ന് വേർതിരിച്ചറിയാനുള്ള ആത്മീയ ശേഷി, ഏതാണ് അള്ളാഹുവിൻ്റേത്, ഏതാണ് നിങ്ങളുടേത് എന്നറുത്തുമാറ്റാനുള്ള കൃത്യമായ വിവേചനം. ഭൂരിഭാഗം മനുഷ്യരും തങ്ങളുടെ ജീവിതകാലം മുഴുവൻ ആ കത്തിക്ക് മൂർച്ച കൂട്ടാൻ മാത്രമാണ് ചിലവഴിക്കുന്നതെന്ന് മൗലാന റൂമി നിരീക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ അവരതൊരിക്കലും ഉപയോഗിക്കാറില്ല. നാം പ്രഭാഷണങ്ങൾ കേൾക്കുന്നു, വലിയ വലിയ പുസ്തകങ്ങൾ വായിക്കുന്നു, ആത്മീയ പരിശീലനങ്ങൾ ചെയ്യുന്നു. ആസക്തിയില്ലായ്മയെക്കുറിച്ചും സമർപ്പണത്തെക്കുറിച്ചും വലിയ വലിയ അറിവുകൾ സോഷ്യൽ മീഡിയയിലൂടെയും വേദികളിലൂടെയും നാം വിളമ്പിക്കൊണ്ടേയിരിക്കുന്നു. എന്നാൽ തങ്ങൾ അത്രമേൽ ജീവനായി കൊണ്ടു നടക്കുന്ന ഒന്നിനെ മുറിച്ചു മാറ്റേണ്ട ആ കൃത്യമായ സമയം വരുമ്പോൾ മനുഷ്യൻ തളർന്നു പോകുന്നു. അവൻ ആ കത്തി ദൂരേക്കെറിഞ്ഞ് അള്ളാഹുവുമായി വിലപേശാൻ തുടങ്ങുന്നു. നാഥ, ഈ ഒരു കാര്യമൊഴികെ ബാക്കി എന്തു വേണമെങ്കിലും ഞാൻ ഉപേക്ഷിക്കാം. കാരുണ്യവാനായ നീ ഈ ഒരു കാര്യം മാത്രം എന്നോട് ചോദിക്കുന്നല്ലോ. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രപഞ്ചനാഥൻ പുഞ്ചിരിയോടെ നൽകുന്ന മറുപടി എന്തെന്നോ? നിങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറാകാത്ത ഇതുമാത്രം എന്നിൽ നിന്നെടുക്കരുത് എന്ന് പറഞ്ഞ് നിങ്ങൾ നെഞ്ചോട് ചേർത്ത് കരയുന്ന ആ ഒരൊറ്റ കാര്യം ഏതാണോ, അതുതന്നെയാണ് അള്ളാഹു നിങ്ങളിൽ നിന്ന് കൃത്യമായി ആവശ്യപ്പെടുന്നത്. അള്ളാഹു ആവശ്യപ്പെട്ടാൽ തത്വത്തിൽ നിങ്ങൾ ത്യാഗം ചെയ്യാൻ തയ്യാറാണോ എന്നതല്ല ഇവിടെ പരീക്ഷണം. അവൻ ആവശ്യപ്പെടുമ്പോൾ നിങ്ങളത് യഥാർത്ഥത്തിൽ ചെയ്യുന്നുണ്ടോ എന്നതാണ്. മുറുകെ പിടിക്കുന്നത് നിങ്ങൾക്ക് അസഹ്യനീയമായ വേദനയുണ്ടാക്കുന്നതും വിട്ടുകൊടുക്കുന്നത് ഹിമാലയത്തോളം വലിയ വിശ്വാസം ആവശ്യപ്പെടുന്നതുമായ ആ വക്കിൽ നിങ്ങളെ എത്തിച്ചുകൊണ്ടാണ് അവനത് ചോദിക്കുന്നത്. ഇനി നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ കണ്ണുകൾ പതുക്കെയൊന്ന് തുറക്കൂ. ആ പഴയ മരുഭൂമിയുടെ വന്യമായ നിശബ്ദതയെ അവിടെയൊന്ന് വരച്ചു നോക്കൂ. കാറ്റിൻ്റെ നേർത്ത മർമ്മരമല്ലാതെ മറ്റൊന്നും കേൾക്കാനില്ലാത്ത ആ മഹാവിജനതയിൽ കാറ്റുപോലും ശ്വാസമടക്കിപ്പിടിച്ച ആ അവസാന നിമിഷത്തിൽ പ്രവാചകശ്രേഷ്ഠൻ്റെ ആത്മാവ് ഒരു വലിയ ദിവ്യരഹസ്യം തിരിച്ചറിയുകയായിരുന്നു. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ എൻ്റേത് എന്ന് പറഞ്ഞ് ഇറുകപ്പുണർന്ന് സ്വന്തം അഹംഭാവത്തിൻ്റെ തടവിറയിലിട്ട് ശ്വാസം മുട്ടിക്കലല്ല ജീവിതം. യഥാർത്ഥ പ്രണയം, യഥാർത്ഥ ഇഷ്ക് ഒരിക്കലും ഒന്നിനെയും തടവിലാക്കുന്നില്ല. അത് പ്രപഞ്ചത്തിലെ എല്ലാറ്റിനെയും അവൻ്റേത് എന്ന് മാത്രം കാണുന്നു. ഒടുവിൽ തുറന്ന കൈകളോടെ പുഞ്ചിരിയോടെ അതിനെല്ലാം ഉടമസ്ഥന് തന്നെ സമർപ്പിക്കുന്നു. ഇവിടെയാണ് മൗലാന റൂമി കണ്ട ആ വലിയ പ്രപഞ്ചരഹസ്യം ഒളിഞ്ഞിരിക്കുന്നത്. അവിടെ പ്രത്യക്ഷപ്പെട്ട ആട് അവസാന നിമിഷം വലിഞ്ഞുകയറി വന്ന ഒരു പകരക്കാരനല്ലായിരുന്നു. ആ ആട് തുടക്കം മുതലേ ആ മലമുകളിൽ അവനായി കാത്തുനിൽപ്പുണ്ടായിരുന്നു. പക്ഷേ ഇബ്രാഹിം എന്ന പ്രവാചകൻ പൂർണ്ണമായ സമർപ്പണത്തിൻ്റെ ആ പരമമായ നിമിഷത്തിലേക്ക് നടന്നെത്തുക എന്നതായിരുന്നു പ്രധാനം. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സമ്മാനത്തിന്മേലുള്ള ആത്മീയമായ ആ പിടിത്തം അദ്ദേഹം വിട്ടുകളഞ്ഞ ആ നിമിഷം, കൈകൾ പുറമേ കത്തിച്ചലിപ്പിക്കുമ്പോഴും ഉള്ളിൽ അദ്ദേഹത്തിൻ്റെ ഹൃദയം ആ മോഹത്തെ അള്ളാഹുവിൻ്റെ വഴിയിൽ എന്നേക്കുമായി ഉപേക്ഷിച്ചു കഴിഞ്ഞിരുന്നു. ആ കൃത്യമായ നിമിഷത്തിലാണ് കാലം സാക്ഷിയാകാൻ പോകുന്ന ആ വലിയ സത്യം അള്ളാഹു ഇബ്രാഹിമിനു മുന്നിൽ തുറന്നുകാട്ടിയത്. അവിടെ ആടായിരുന്നു യഥാർത്ഥ ബലി. ആദ്യം മുതലേ മരിക്കേണ്ടിയിരുന്നത് ഇസ്മായിൽ എന്ന നിരപരാധിയായ മകനായിരുന്നില്ല, മറിച്ച് തൻ്റെ സ്വപ്നങ്ങളും മോഹങ്ങളും പൂർത്തീകരിക്കാനാണ് ഇസ്മായിൽ ജീവിക്കുന്നത് എന്ന് ചിന്തിച്ച ഇബ്രാഹിമിൻ്റെ ഉള്ളിലെ ആ മനസ്സ് അഥവാ അദ്ദേഹത്തിൻ്റെ അഹംഭാവമായിരുന്നു. ഈ ലോകത്ത് ആരും സംസാരിക്കാൻ ധൈര്യപ്പെടാത്ത നമ്മുടെയൊക്കെ ഉള്ളിൽ ഒഴിച്ചിരിക്കുന്ന ആ ആസക്തിയുടെ ഭാരത്തെയാണ് അന്ന് അള്ളാഹു ആ മലമുകളിൽ വെച്ച് എന്നേക്കുമായി അറുത്തുമാറ്റിയത്. പ്രിയപ്പെട്ടവരെ, ആ മലമുകളിൽ വെച്ച് ഇസ്മായിലിന് പകരമായി പ്രത്യക്ഷപ്പെട്ട ആ ആടിനെ ഖുർആനിൽ ദിബ്ഹിൻ അലീം അഥവാ വലിയൊരു ബലി എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ചിന്തിച്ചു നോക്കൂ, എന്തുകൊണ്ടാണത് വലുതാകുന്നത്? അതൊരു മൃഗം മാത്രമല്ലേ? ഒരു മനുഷ്യൻ്റെ ജീവനേക്കാൾ അതെങ്ങനെ വലുതാകും? മസ്നവിയുടെ ആഴങ്ങളിൽ നിന്ന് മൗലാന റൂമി നൽകുന്ന ഉത്തരം നിങ്ങളുടെ ആത്മാവിനെ ഉലച്ചുകളയും. മനുഷ്യൻ്റെ കപടമായ പദ്ധതികളെല്ലാം അള്ളാഹുവിൻ്റെ മുന്നിൽ പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ടതിനു ശേഷം മാത്രം വെളിപ്പെടുന്ന ദിവ്യമായ കരുതലിനെയാണ് ആ ആട് പ്രതിനിധീകരിക്കുന്നത്. ഇബ്രാഹിം നബി തൻ്റെ മകനെ എങ്ങനെ രക്ഷിക്കാം എന്ന് സ്വന്തം ബുദ്ധി കൊണ്ട്, സ്വന്തം യുക്തി കൊണ്ട് പദ്ധതിയിട്ടിരിക്കുന്നിടത്തോളം കാലം ആ മലമുകളിൽ ആട് പ്രത്യക്ഷപ്പെട്ടില്ല.
എന്നാൽ തൻ്റെ സ്വന്തം പദ്ധതികളെല്ലാം ഉപേക്ഷിച്ച് അള്ളാഹുവിൻ്റെ പദ്ധതിക്ക് മുന്നിൽ അദ്ദേഹം കീഴടങ്ങിയ ആ കൃത്യമായ നിമിഷത്തിൽ അതാ ആ ദിവ്യ കരുതൽ അവിടെ വെളിപ്പെട്ടു. മിക്ക ആളുകൾക്കും ജീവിതകാലം മുഴുവൻ അന്വേഷിച്ചിട്ടും മനസ്സിലാകാത്ത ദിവ്യമായ പകരക്കാരൻ്റെ മനഃശാസ്ത്രമാണിത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സമർപ്പണത്തിന് മുമ്പ് ഈ ദിവ്യ കരുതൽ ഒരിക്കലും വരില്ല എന്നതാണ്. നിങ്ങളുടെ ഉള്ളിലെ ഭയം കുറയ്ക്കാനുള്ള ഒരു ഇൻഷുറൻസ് പോളിസിയായി അള്ളാഹു ആടിനെ മുൻകൂട്ടി കാണിച്ചു തരില്ല. അത് വരുന്നത് നിങ്ങൾ യാതൊരു ഗ്യാരണ്ടിയുമില്ലാതെ ഇരുട്ടിലേക്ക്, ആ ശൂന്യതയിലേക്ക് കാൽ വെച്ചതിന് ശേഷം മാത്രമാണ്. അതുകൊണ്ടാണ് ഇതിനെ ഈമാൻ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് ആ ത്യാഗം യഥാർത്ഥമാകുന്നത്. നാം എല്ലാവരും നമ്മുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത കാലങ്ങളിൽ ഈ രണ്ടു വേഷങ്ങളും കെട്ടാറുണ്ട്. ചിലപ്പോൾ നമ്മൾ ഇബ്രാഹിമാകുന്നു. നമ്മുടെ വ്യക്തിത്വവും ജീവിതവും എന്തിൻ്റെ പുറത്താണോ പടുത്തുയർത്തിയത് അതിനെ അള്ളാഹുവിൻ്റെ വഴിയിൽ ത്യാഗം ചെയ്യാൻ നമ്മൾ കൽപ്പിക്കപ്പെടുന്നു. ചിലപ്പോൾ നമ്മൾ ഇസ്മായിലാകുന്നു. മറ്റൊരാൾ നമ്മളിൽ അത്രമേൽ ആസക്തനായിരിക്കും. നമ്മളിലുള്ള അവരുടെ ആ പിടിത്തം വിടാൻ അവർ ഉള്ളിൽ കിടന്ന് പാടുപെടുന്നത് നമ്മൾ നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വരുന്നു. ഓർക്കുക, ഈ രണ്ടവസ്ഥകൾക്കും ഒരേ ഒരു സമർപ്പണം മാത്രമാണ് ആവശ്യം. ഇബ്രാഹീമിന് തൻ്റെ മകനെ വിട്ടുകൊടുക്കേണ്ടതുണ്ട്, ഇസ്മായിലിന് തൻ്റെ ജീവനും. എന്നാൽ ആത്മീയമായി നോക്കുകയാണെങ്കിൽ സമർപ്പണം എന്നത് ഒരേ ഒരു പ്രവൃത്തി മാത്രമാണ്. അള്ളാഹു കടം നൽകിയത് അവനു തന്നെ തിരികെ നൽകുക. നിങ്ങൾ ഭയങ്ങളില്ലാതെ അഭിനയങ്ങളില്ലാതെ ഒന്നിനെ വിട്ടുകൊടുത്താൽ അവൻ പലപ്പോഴും അത് നിങ്ങൾക്ക് കൂടുതൽ ഭംഗിയോടെ തിരികെ നൽകും. പക്ഷേ എപ്പോഴും അങ്ങനെ ആകണമെന്നില്ല. ചിലപ്പോൾ അവൻ അത് എന്നേക്കുമായി നിങ്ങളിൽ നിന്ന് എടുത്തുമാറ്റും. പകരം അവൻ നിങ്ങളുടെ ആന്തരിക മണ്ഡലത്തിന് സർവസ്വവും നൽകും. ഈ ലോകത്തിലെ ഒരു ചക്രവർത്തിക്കും വിലയ്ക്ക് വാങ്ങാൻ കഴിയാത്ത ആത്മീയ സമാധാനം, ഭയങ്ങളിൽ നിന്നുള്ള സമ്പൂർജ്ജന സ്വാതന്ത്ര്യം, ഹിമാലയത്തോളം പോന്ന ദൃഢവിശ്വാസം, യഖീൻ. പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ആസക്തിയില്ലായ്മ എന്നാൽ സ്നേഹമില്ലായ്മയോ തണുപ്പൻ മട്ടോ മനുഷ്യരിൽ നിന്നുള്ള അകൽച്ചയോ ആണെന്നാണ്. എന്നാൽ റൂമി പഠിപ്പിക്കുന്നു, യഥാർത്ഥ ആസക്തിയില്ലായ്മ എന്നാൽ ബന്ധനങ്ങളില്ലാതെ സ്നേഹിക്കുക എന്നാണ്. ഒന്നിനെയും നിങ്ങളുടെ അഹംഭാവം കൊണ്ട് മുറുകെ പിടിക്കാതിരിക്കുക, എങ്കിലും ആഴത്തിൽ പ്രണയിക്കുക. ഈ ഭൂമിയിൽ ഒന്നും നിങ്ങളുടേതല്ല എന്ന് കൃത്യമായി അറിഞ്ഞുകൊണ്ട് തന്നെ അവയോടൊപ്പം പൂർണ്ണമായി ജീവിക്കുക. കടലിലെ തിരമാലകൾ വെള്ളം ഉൾക്കൊള്ളുന്നതും ഒരു ചെറിയ കപ്പ് വെള്ളം ഉൾക്കൊള്ളുന്നതും തമ്മിലുള്ള വ്യത്യാസമാണിത്. കടൽ കോടിക്കണക്കിന് ലിറ്റർ വെള്ളം കൈവശം വയ്ക്കുന്നുണ്ട്. പക്ഷേ അത് ആ വെള്ളത്തെ ഒരിടത്തും തടവിലാക്കുന്നില്ല. അത് സ്വതന്ത്രമായി ഒഴുകുന്നു, ചലിക്കുന്നു, അതിന് അതിരുകളില്ല. എന്നാൽ ഒരു കപ്പ് ആ വെള്ളത്തെ പൂർണ്ണമായി തടവിലാക്കുകയാണ് ചെയ്യുന്നത്. ആ കപ്പ് തകരാതെ ആ വെള്ളത്തിനൊരിക്കലും പുറത്തു പോകാൻ കഴിയില്ല. മനുഷ്യരുടെ ഭൂരിഭാഗം സ്നേഹവും ഇത്തരത്തിലുള്ള കപ്പ് സ്നേഹമാണ്. ഞാൻ നിന്നെ എൻ്റെ കൈകളിൽ പിടിച്ചുവെക്കുന്നു, തടവിലാക്കുന്നു, നീ എൻ്റെ കൂടെയുള്ളതുകൊണ്ട് മാത്രം ഞാൻ എൻ്റെ വ്യക്തിത്വം കെട്ടിപ്പിടിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ കപ്പിലെ മനുഷ്യർ നമ്മിൽ നിന്ന് ഒന്നിറങ്ങിപ്പോകാൻ ശ്രമിച്ചാൽ നമ്മൾ അപ്പാടെ തകർന്നു പോകുന്നു. എന്നാൽ ആ മലയിറങ്ങിയതിനു ശേഷമുള്ള ഇബ്രാഹിം നബിയുടെ സ്നേഹം കടൽ സ്നേഹമായിരുന്നു. അദ്ദേഹത്തിന് ഇസ്മായിലിനെ തടവിലാക്കാതെ തന്നെ അനന്തമായി സ്നേഹിക്കാൻ കഴിഞ്ഞു. അവർ തമ്മിൽ ബന്ധമുണ്ടായിരുന്നു. അത് പ്രവാചകന് അതീവ വിലപ്പെട്ടതുമായിരുന്നു. പക്ഷേ അത് ആത്മാവിനെ താങ്ങാനാവാത്ത ഒരു ഭാരമായിരുന്നില്ല. അടുത്ത ദിവസം അള്ളാഹു ഇസ്മായിലിനെ തിരികെ കൊണ്ടുപോയിരുന്നെങ്കിൽ പോലും ഒരു സാധാരണ പിതാവിൻ്റെ ദുഃഖത്തോടെ അദ്ദേഹം കണ്ണീരൊഴുക്കുമായിരുന്നു. പക്ഷേ അദ്ദേഹം ഒരിക്കലും ആന്തരികമായി തകർന്നു പോകുമായിരുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ആത്മീയ അടിത്തറ കെട്ടിപ്പടുത്തിയിരുന്നത് ഒരു മകൻ കൂടെയുള്ളതിലല്ല, മറിച്ച് മകനെ നൽകിയവനിലാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇബ്രാഹിം നബി അന്ന് ആ മലമുകളിൽ വെച്ച് ആടിനെ ബലി നൽകിയതിനു ശേഷം എന്താണ് സംഭവിച്ചതെന്ന് ചരിത്രത്തിൽ ആരും അത്രമേൽ ചർച്ച ചെയ്യാറില്ല. ആ പർവ്വതമുകളിൽ നിന്ന് താഴേക്കിറങ്ങി വരുമ്പോൾ ഇബ്രാഹിമും ഇസ്മായിലും തമ്മിൽ എന്തായിരിക്കും സംസാരിച്ചിട്ടുണ്ടാകുക? ഖുർആൻ ആ നിമിഷങ്ങളെക്കുറിച്ച് നമ്മോടൊന്നും പറയുന്നില്ല. അത് പൂർണ്ണമായും നിശബ്ദമാണ്. എന്നാൽ മൗലാന റൂമി ചരിത്രത്തിലെ ഈ നിഗൂഢമായ നിശബ്ദതയെ കൃത്യമായി ശ്രദ്ധിച്ചു. ആ നിശബ്ദത തന്നെ ആത്മാവിനുള്ള ഏറ്റവും വലിയൊരു അധ്യാപനമാണെന്ന് അദ്ദേഹം നമ്മെ പഠിപ്പിച്ചു. കാരണം അങ്ങനെയൊരു പരമമായ പരീക്ഷണം വിജയിച്ചതിന് ശേഷം ഒരു മനുഷ്യനും പഴയതുപോലെയുള്ള തൻ്റെ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങാൻ കഴിയില്ല. അദ്ദേഹം ആ മലയിറങ്ങി വന്നത് തൻ്റെ ലക്ഷ്യം പ്രപഞ്ചനാഥനുമായി മാത്രം ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും പ്രവചനങ്ങൾ ഉൾപ്പെടെ ഈ ഭൂമിയിലെ ബാക്കി കാര്യങ്ങളെല്ലാം വെറും വിശദാംശങ്ങൾ മാത്രമാണെന്നും പൂർണ്ണമായി മനസ്സിലാക്കിയ ഒരു പുത്തൻ മനുഷ്യനായിട്ടാണ്. ആ മലമുകളിൽ വെച്ച് ആ പ്രവാചകൻ പഠിച്ച പരമമായ തത്വം ഇതായിരുന്നു: ഈ പ്രപഞ്ചത്തിൽ നിങ്ങൾക്ക് എല്ലാറ്റിനെയും സ്നേഹിക്കാം, പക്ഷേ ഒന്നിനെയും സ്വന്തമാക്കാൻ കഴിയില്ല. അള്ളാഹുവിൻ്റെ പദാർത്ഥങ്ങളെ നെഞ്ചോട് ചേർത്ത് പുണരാം, പക്ഷേ അവയെ ഒരിക്കലും സമ്മാനം നൽകിയവനേക്കാൾ മുകളിലാക്കാൻ കഴിയില്ല. ഇന്ന് നാമും ആ പർവ്വതമുകളിൽ തന്നെയാണ് നിൽക്കുന്നത്. ഓരോരുത്തരുടെയും കയ്യിൽ വിവേചനത്തിൻ്റെ ആ കത്തിയുണ്ട്. ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ജീവനു തുല്യമായ ഒരു ഇസ്മായിലുമുണ്ട്. ഇവിടെ
നിങ്ങൾക്ക് ജീവിതത്തിൽ ഇനി എന്താണ് നഷ്ടപ്പെടാൻ പോകുന്നത് എന്നതല്ല ചോദ്യം. ചോദ്യം ഇതാണ്: നിങ്ങൾ എന്തിനെയാണ് അള്ളാഹുവിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ അഹംഭാവം കൊണ്ട് മുറുകെ പിടിച്ചിരിക്കുന്നത്? ഒരുപക്ഷെ അത് നിങ്ങളെ ശ്വാസം മുട്ടിക്കുന്ന ഒരു ബന്ധമായിരിക്കാം, ഒരു വലിയ സ്വപ്നമോ ജോലിയോ, അല്ലെങ്കിൽ നിങ്ങൾ കെട്ടിപ്പടുത്ത നിങ്ങളുടെ സ്വന്തം വ്യാജ വ്യക്തിത്വം പോലുമാകാം. പക്ഷേ കേൾക്കൂ, അള്ളാഹു നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എന്തെങ്കിലും എടുത്തു മാറ്റുമ്പോൾ അവൻ നിങ്ങളെ ശൂന്യമാക്കുകയല്ല ചെയ്യുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ കൈകൾ മറ്റെന്തെങ്കിലും മഹത്തായതുകൊണ്ട് നിറയ്ക്കാൻ വേണ്ടി അവൻ നിങ്ങളുടെ വിരലുകളിലെ പഴയ കെട്ടുകൾ അഴിച്ചു മാറ്റുകയാണ്. നിങ്ങൾ നിങ്ങളുടെ കൈകളിൽ ഭൗതിക മോഹങ്ങളും ആസക്തികളും മുറുകെ പിടിച്ചിരിക്കുന്നത് കാരണം നിങ്ങളുടെ കൈകൾ ഇതിനകം നിറഞ്ഞിരിക്കുകയാണെന്ന് റൂമി പഠിപ്പിച്ചു. എന്നാൽ അള്ളാഹുവിൻ്റെ കൈകൾ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്ന പ്രപഞ്ചങ്ങളാൽ നിറഞ്ഞിരിക്കുകയാണ്. ഈ ദിവ്യമായ കൈമാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കണമെങ്കിൽ അതിനൊരു ദിവ്യമായ വ്യവസ്ഥയുണ്ട്. നിങ്ങൾ ആദ്യം നിങ്ങളുടെ കൈകൾ തുറക്കണം. അതുകൊണ്ടാണ് റൂമി പറഞ്ഞത്, എല്ലാറ്റിനെയും വിട്ടുകളയുക. നിങ്ങളെ വേദനിപ്പിക്കുന്ന ആ മുറിവുകൾക്ക് തന്നെയാണ് നിങ്ങളുടെ ആത്മാവിനെ മോചിപ്പിക്കാനും കഴിയുക. ഇന്ന് രാത്രി നിങ്ങൾ ഇവിടെ നിന്ന് മടങ്ങുമ്പോൾ കണ്ണുകളടച്ച് നിങ്ങളുടെ ഹൃദയത്തോട് ഒരൊറ്റ ചോദ്യം മാത്രം ചോദിക്കൂ: എനിക്ക് നഷ്ടപ്പെട്ടാൽ ഞാൻ പൂർണ്ണമായി തകർന്നു പോവുമെന്ന് ഞാൻ ഭയപ്പെടുന്ന ആ ഒരൊറ്റ കാര്യം എന്താണ്? അതാണ് നിങ്ങളുടെ ഉള്ളിലെ ഇസ്മായിൽ. എന്നിട്ട് തികഞ്ഞ ശാന്തതയോടെ ആകാശങ്ങളിലേക്ക് നോക്കി പ്രപഞ്ചനാഥനോട് മന്ത്രിക്കൂ: യാ അല്ലാഹ്, ഇതെൻ്റേതല്ല, നീ തന്നതാണ്. നീ ചോദിക്കുന്ന ഈ നിമിഷം പൂർണ്ണ തൃപ്തിയോടെ ഞാനിത് നിനക്ക് തിരികെ നൽകുന്നു. കാരണം നീ നൽകിയ സമ്മാനങ്ങളെക്കാൾ കൂടുതൽ ഞാൻ സമ്മാനം നൽകിയ നിന്നെയാണ് സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നത്. ആ നിമിഷം മുതൽ നിങ്ങൾ ഈ ലോകത്തിലെ ഒരു ഭയത്തിൻ്റെയും തടവുകാരനല്ല. നിങ്ങളുടെ ആത്മാവ് അതിൻ്റെ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് ഒരു മഹാസമുദ്രം പോലെ ഒഴുകാൻ തുടങ്ങും. നഗ്നമായ ഭയങ്ങളിൽ നിന്ന് നിങ്ങൾ മോചിതനാകും. അല്ലാഹു നമ്മെ ഇബ്രാഹീമിൻ്റെ പരമമായ സമർപ്പണവും ഇസ്മായിലിൻ്റെ അടിയുറച്ച ക്ഷമയും റൂമിയുടെ ആസക്തികളില്ലാത്ത ശുദ്ധമായ പ്രണയവും നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.